വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാനെതിരെ പരാതി കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപാണ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി കൊടുത്തത്. കാസർകോട്ടെയും മലപ്പുറത്തെയും ജനപ്രതിനിധികളുടെ പേര് പരിശോധിച്ചാൽ വർഗീയ ധ്രുവീകരണം മനസ്സിലാക്കാൻ കഴിയുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി നടത്തിയ പരാമർശം. നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവർ ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. നിങ്ങളിത് ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മപ്പെട്ട മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. അതിനെ വർഗീയമായ ചേരുതിലുണ്ടാക്കി അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുവിഭാഗം സംഘടിക്കും. ആ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത്. അതാണ് ഞാൻ ഉന്നയിച്ചത്. സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയോട് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചില്ല. ഒരു വിവാദ പരാമർശം നടത്തി. അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന ഉണ്ടായത് കഴിഞ്ഞ ദിവസം കാന്തപുരം നടത്തിയ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസ്താവന അത് വർഗീയവൽക്കരണമാണെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നും പറയാനുള്ളൊരു പ്രസ്താവനയുടെ ഭാഗമായാണ് VD സതീശൻ ഏത് പ്രസ്താവനയാണോ നടത്തിയത് സമാന രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ ആഴം കൂടിയ തരത്തിലൊരു വർഗീയ പ്രസ്താവന അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവന സജി ചെറിയാൻ നടത്തി എന്നുള്ള ആരോപണം ഇപ്പോൾ വരുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ മലപ്പുറത്തും കാസർഗോഡുമൊക്കെ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ UDF എത്രത്തോളം വർഗീയ ധ്രുവീകരണം കേരളത്തിൽ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ പേരുകളൊക്കെ ഒരു പ്രത്യേക മതസമുദായത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ മതസമുദായത്തിൽപ്പെട്ട ആളുകളെ ആ മതത്തിൽപ്പെട്ട ആളുകളല്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സ്ഥലങ്ങളിൽ മത്സരിച്ചാൽ അവർ ജയിക്കില്ല എന്നുകൂടി സജി ചെറിയാൻ പറയുന്നുണ്ട്. അതായത് ഒരു വർഗീയ ധ്രുവീകരണം എങ്ങനെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായാണ് സജി ചെറിയാൻ അത് പറഞ്ഞത് എന്നുള്ളതായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇന്നലത്തെ പ്രസ്താവന. അദ്ദേഹത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന സജി ചെറിയാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്. അതിനിടെയാണ് കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപ് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ യൂത്ത് കോൺഗ്രസ് DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കേസെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ VD സതീശൻ നടത്തിയ ഒരു പ്രസ്താവന അത് വർഗീയവൽക്കരണമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് സജി ചെറിയാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി അബദ്ധത്തിൽ വീണിരിക്കുന്നത്. എന്തായാലും സജി ചെറിയാൻ അത് തിരുത്തുമോ എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുമോ എന്നുള്ളതും കാത്തിരിക്കുന്നതാണ്. മറ്റ് ഉത്തർപ്രദേശിനെയൊക്കെ പോലെ കേരളത്തെ ആക്കണോ എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഇതിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം നല്ലതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും 2 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനെതിരെ നിലവിൽ വന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.